ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അമ്മ ഇപ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല. ഒരു 3 മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്കുള്ളൊരു വിഷമമാണ് ഈ കാണുന്നത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നിന്നപ്പോഴേ അമ്മ കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആകെ തുടങ്ങി. ഈ ഒരു 3 മാസം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ നോക്കി എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഫുഡ് കഴിച്ച പാത്രം പോലും എന്നെ കൊണ്ട് കഴിപ്പിച്ചിരുന്നില്ല. എൻ്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഈ ഒരു മുതലിനോ ആലോചിച്ചിട്ടാട്ടോ ഞാൻ തിരിച്ചു പോകുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ല. കുറേ ആയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആദർശേനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. ഒരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണേക്ക് മുന്നേ ഞാൻ വേഗം അത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ. ആർട്ടിസ്റ്റിക് മാജിക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഫ്രെയിം അയച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പിക്കൊക്കെ വെച്ച് നല്ല സെലക്റ്റീവ് ആയിട്ടാണ് അവരിത് ചെയ്തേക്കുന്നത്. ഞാനത് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ സോക്കേഴ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെയൊക്കെ സെറ്റാക്കി ലാസ്റ്റ് ഞാൻ പോകാൻ ഇറങ്ങി കേട്ടോ. ഞാൻ എത്ര വിളിച്ചിട്ടും അമ്മ വരുന്നില്ല. അമ്മ കഴുകിയ പാത്രങ്ങളെ വീണ്ടും വീണ്ടും കഴുകി കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. ലാസ്റ്റ് ഞാനും കരഞ്ഞു തുടങ്ങി. ലാസ്റ്റ് അമ്മ വരില്ല പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ യാത്ര അയക്കാതെ ഞാൻ ആദ്യമായിട്ടോ പോണേ. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സാധനങ്ങളും എല്ലാം എടുത്തിട്ട് കാറിൻ്റെ ഒപ്പം അമ്മയും വരാറുണ്ട്. ഇപ്രാവശ്യം പോരുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. ഏതൊരു പെണ്ണിൻ്റെയും ദയനീയാവസ്ഥയാവട്ടോ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ ആദർശേൻ്റെ കുറച്ച് ഷർട്ടൊക്കെ അമ്മ കഴുകിയിട്ടുണ്ടായി. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞോടുക്കനെ കാറിൽ വെച്ചത്. ആമി പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് അങ്ങോട്ട്. പിന്നെ എനിക്ക് രണ്ടാമത് പണി ഇതൊക്കെ ഞാൻ വീണ്ടും കഴുകണ്ടേ. പിന്നെ പോണ വഴിക്ക് ആദർശേട്ടന് കരിക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ കരിക്കൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാനും ആമിയും കൂടിയിട്ട് കാറിലിരുന്നു കേട്ടോ. എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടിയും പോയിട്ട് പിന്നെ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ കയറി. നല്ല അടിപൊളി ഷോപ്പായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കുറേ ഉള്ള കാരണം നമുക്ക് അതിന് സെലക്ട് ചെയ്യാനും നമ്മൾ കുറേ ടൈം എടുത്തു. അങ്ങനെ നമ്മൾ 2 പേരൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എന്തോ ഡിലൈറ്റ്സോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള സംഭവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ ഫ്രൂട്ട്സിൻ്റെ എന്തോ സ്പെഷ്യലായിട്ടുള്ള സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം എത്തി ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു പാത്രത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. അത് നിലത്ത് വെക്കുമ്പോൾ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേ നിൽക്കും. ഇങ്ങനെ ആടിയോണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 പേരും കൂടിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. ആദർശേൻ്റെ ഫ്രൂട്ട്സ് ആയിരുന്നു കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദർശേൻ്റെ കഴിച്ചു നോക്കി. രണ്ടും 2 ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വെറൈറ്റി അവൈൽ മിൽക്കിൽ കാണണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ ഫുള്ള് കഴിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.